TMC അതായത് തൃണമൂൽ കോൺഗ്രസ് പാർട്ടി തകർന്ന് പിളർന്ന് തരിപ്പണമായി മാറി. ഇപ്പോഴിത് ഓപ്പറേഷൻ ടൈഗർ മഹാരാഷ്ട്രയിൽ നടക്കുകയാണ്. നമുക്കറിയാം, മഹാവികാസ് അഗാഡിയുടെ ഒരു നട്ടെല്ലെന്ന് പറയുന്നത് തന്നെ ശരത് പവാറാണ്. ശരത് പവാറിനോട് ഇപ്പോൾ NDAയിൽ അതായത് BJP നയിക്കുന്ന NDA മുന്നണിയിൽ ചേരണം എന്ന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെ പറയുന്ന സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തെ BJP ബന്ധപ്പെട്ടു എന്നുള്ള അനൌദ്യോഗികമായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകൾക്ക് BJP നിർണായകമായിട്ടുള്ള പദവി നൽകും എന്നാണ് അറിയാനും സാധിക്കുന്നത്. എന്തായാലും കോൺഗ്രസുമായി ലയിക്കാൻ NCP ശ്രമിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ആ സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതിനിടെയാണ് BJP നേതാക്കൾ ശരത് പവാറിനെ ബന്ധപ്പെട്ടെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നത്. 8 MP-മാരിൽ 5 പേർ NDAയിൽ ചേരണമെന്ന് അഭിപ്രായം ഇപ്പോൾ അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിൽ ലയിക്കുന്നതിനോട് കൂടുതൽ പേർക്കും താല്പര്യമില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഇനി ഒട്ടും തന്നെ ലൈഫ് ഇല്ല എന്നാണ് അവർ പ്രധാനമായും പറയുന്നത്. കാരണം രാഹുൽ ഗാന്ധി നയിക്കുന്നിടത്തോളം കാലം കോൺഗ്രസ് പാർട്ടി തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് പോകുമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ BJP-യുമായി ലയിക്കുന്നതാണ് അല്ലെങ്കിൽ BJP-യുമായി ചേരുന്നതാണ് ഭാവിയിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുന്നത്. ഇല്ലെങ്കിൽ TMC-യുടെയും ശിവസേന ഉദ്ധവ് വിഭാഗത്തിന്റെയും ഒരു അനുഭവം തങ്ങൾക്കും വന്നു ചേരുമെന്നാണ് NCP ഇപ്പോൾ വിചാരിക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസിൽ ലയിക്കുന്നതിനോട് കൂടുതൽ പേർക്കും താല്പര്യമില്ല. പാർട്ടി പിളർത്തി NDA സഖ്യത്തിൽ ചേർന്ന അജിത് പവാറിന്റെ ആ അനുഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വിമാനാപകടത്തിൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇരു പാർട്ടികളും ഒന്നാകുമായിരുന്നു എന്നും അവർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും മഹാരാഷ്ട്ര നേതാക്കളുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പവാർ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തുക എന്നുള്ള സൂചന പുറത്തു വന്നു. മകൾ സുപ്രിയ സുളേക്ക് നിർണായക പദവി, മറ്റു നേതാക്കൾക്ക് അർഹമായ പ്രാതിനിധ്യം എന്നീ ആവശ്യങ്ങൾ പവാർ ഉന്നയിച്ചതായാണ് സൂചന. പക്ഷേ കോൺഗ്രസ് ഇത് അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.